ഇടതുമുന്നണി വിടാനൊരുങ്ങി RJD. ഞായറാഴ്ച തിരുവല്ലയിൽ നടന്ന പത്തനംതിട്ട ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇവിടെ യാതൊരു രീതിയിൽ നമ്മൾ എക്കമഴയിച്ചില്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം. അത് പറ്റില്ലല്ലോ. രണ്ടും സഹിച്ചിരിക്കാൻ പറയാൻ എനിക്ക് സാധിക്കില്ല. ആലോചിച്ച് വെച്ച് അവിടെ എല്ലാ മുതിർന്ന നേതാക്കളും ഉണ്ടല്ലോ. ഇവിടെ ഇതൊന്നും പുറത്തുപോയി പറയണ്ട കേട്ടോ. പാർട്ടി യോഗത്തിൽ ഞാൻ പറയുന്നതാണ്. മുന്നണിയിൽ പാർട്ടിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല, യാതൊരു രീതിയിലും മുന്നണിയിൽ ഉൾപ്പെടുത്തില്ല എന്നാണെങ്കിൽ പാർട്ടി സ്വന്തമായ തീരുമാനമെടുക്കുമെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. എന്തും സഹിച്ചു മുന്നണിയിൽ നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഴിഞ്ഞ കുറെ കാലമായി ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം പോലും ആശങ്ക ഉളവാക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഈ മാനിപ്പുലേഷൻസ് ആരും അറിയാൻ പാടില്ല. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുക ചെയ്തത്. TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ എന്നതിന് പകരം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇപ്പോൾ SIR നടപ്പാക്കുന്ന കാലമാണ്. ഡൽഹിയിൽ വോട്ട് ചെയ്ത BJPയുടെ നേതാക്കൾ രണ്ടാമത്തെ വോട്ട് ബീഹാറിലും ചെയ്തു. എന്ത് SIR ആണ് അവിടെ നടപ്പാക്കിയത്? BJPക്ക് കിട്ടില്ലെന്ന് ഉറപ്പാക്കുന്ന ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും വോട്ടുകളാണ് SIRലൂടെ മാറ്റുന്നത്. രണ്ടുപേരും അടയാളപ്പെടുത്തി ഓരോ തെറ്റ് പറ്റിയതാണ്. വോട്ട് ചെയ്തപ്പോൾ ആദ്യം വലത്തേക്കായിരിക്കും, അത് രണ്ടാമത് ഇടത്തേക്കായി ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനർത്ഥം രണ്ടു വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് ഇവിടെ. പ്രതിപക്ഷ നേതാക്കളെ കൊടുക്കാൻ ED, CBI, ഇൻകം ടാക്സ് തുടങ്ങിയ ഏജൻസികളെയും ഉപയോഗിക്കുന്നു. കേസിൽപ്പെട്ടവർ BJPയിലേക്ക് മാറിയാൽ പിന്നെ കുഴപ്പമില്ലാത്ത സ്ഥിതിയുമാണ്. പാർലമെന്റിൽ ജനാധിപത്യത്തിന് യാതൊരു വിലയുമില്ലാത്ത സ്ഥിതിയാണെന്ന് പ്രതിപക്ഷ MPമാർ പറയുന്നുമുണ്ട്. കേരളത്തിൽ ബിഷപ്പുമാരോടുള്ള BJPയുടെ സ്നേഹം വോട്ടിനു വേണ്ടിയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ബിഷപ്പുമാർക്ക് കിട്ടുന്നത് അടിയാണെന്നും രാജ്യത്ത് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അടി കിട്ടുമെന്ന ഭയത്തിൽ മിണ്ടാതിരിക്കുകയാണെന്നും ബിഷപ്പുമാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കവുമുണ്ട്. ബഹുസ്വരതയും സാംസ്കാരിക പാരമ്പര്യവും ഇല്ലാതാക്കാനാണ് ശ്രമം. ബീഹാറിൽ ചെറുപ്പക്കാർ കൂടുതലും പ്രതിപക്ഷത്തിനൊപ്പമാണ്. അവിടെ തിരിമറി നടക്കാൻ സാധ്യതയുമുണ്ട്. പ്രതിപക്ഷ സഖ്യം തോറ്റാൽ ജനാധിപത്യത്തിന്റെ തോൽവിയുമായിരിക്കും. സിലബസ് മാറ്റി ചരിത്രം വളച്ചൊടിക്കാനാണ് BJPയുടെ ശ്രമം. ഒരു തലമുറ കഴിയുമ്പോൾ നെഹ്റുവിനെയും 2 തലമുറ കഴിഞ്ഞാൽ ഗാന്ധിജിയെയും അറിയാതെയും പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 9 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടെ രംഗത്തിറങ്ങണം. ചെറുപ്പക്കാരെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് മനു വാസുദേവ് അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി അനു ചാക്കോ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് V സുരേന്ദ്രൻ പിള്ള, സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോ എണ്ണക്കാട്, കൗൺസിൽ അംഗം മോഹൻദാസ് പെരിങ്ങര, ജില്ലാ ജനറൽ സെക്രട്ടറി ലിജോയി അലക്സ്, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ PP ജോൺ, അനിൽ അമ്പാട്ട്, അഞ്ജു S അരവിന്ദ്, പ്രശാന്ത് മോളിയേക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം റോഷ്നി ബിജു എന്നിവർ പ്രസംഗിച്ചു.